ഗീസ് പീഡറിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഗീസ്, ടീമിൽ മാറ്റമില്ല, ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല എന്നാണ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്ത്യയുടെ അതേ സെയിം 11 തന്നെയാണ് ഇറക്കുന്നതെന്ന് രോഹിത് പറയുന്നു. അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ കളിച്ച മത്സരത്തിലുള്ള അതേ പ്ലേയിങ് 11 തന്നെയാണ് രോഹിത് ശർമ്മ ഇന്നും തെരഞ്ഞെടുത്തിരിക്കുന്നത്. രോഹിത് ശർമ്മ അതിൽ പറഞ്ഞത് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട അനിവാര്യത നിലവിലില്ല, കൃത്യമായി തന്നെ നല്ല രീതിയിൽ ബൗൾ ചെയ്യണം, അത് ബൗളർമാർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിൽ വലിയ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് രോഹിത് ശർമ്മ നായകൻ വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാൻ ടീമിൽ ഒരു മാറ്റം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ രാവിലെ മുതൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം ഫഖർ സമാന് പരിക്കേറ്റത് കൊണ്ട് എന്തായാലും അടുത്ത മത്സരം, ഇന്ത്യക്കെതിരായ മത്സരം കളിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ പകരം ആരെന്ന ചോദ്യത്തിന് ഇമാം ഉൽ ഹക്കിന്റെ പേരാണ് ഉയർന്നു വന്നത്. സ്വാഭാവികമായിട്ടും ഇമാം ഉൽ ഹക്കിനെ തന്നെയാണ് കോച്ച് അല്ലെങ്കിൽ നായകൻ റിസ്വാൻ പരിഗണിച്ചിരിക്കുന്നതെന്നാണ്. ഈ ഒരു മാറ്റമാണ് പാകിസ്ഥാനിൽ വരുത്തിയിരിക്കുന്നത്. നേരത്തെ അജിത് സാറൊക്കെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ മുന്നിൽ ഒരു സ്പിൻ വേട്ട, അതിൽ ഒരു സ്പിന്നർമാരെ തുണയ്ക്കുന്ന അല്ലെങ്കിൽ സ്പിന്നർമാർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ടീമൊന്നുമല്ല, പേസർമാരെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്ന ഒരു ടീമാണ്. അതിൽ ഒരു സ്പിന്നറായി വരുന്നത് അബ്രാർ അഹമ്മദ് മാത്രമാണ്. അതുകൊണ്ട് വലിയ കുന്തമുനകൾ എന്തായാലും പേസർമാർ, പ്രത്യേകിച്ച് ബൗൺസ് ഒക്കെ എറിയാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ ഇന്ത്യൻ ബാറ്റർമാർ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് നോക്കേണ്ടത്. എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ പ്രകടനം തന്നെയായിരിക്കും. കാരണം ഇതിനെല്ലാം രോഹിത് ശർമ്മ ഒരു നായകൻ എന്ന രീതിയിലപ്പുറം ഒരു ഓപ്പണർ എന്ന രീതിയിൽ ശുഭ്മാൻ ഗില്ലിന് ഏത് രീതിയിൽ പിന്തുണ നൽകുന്നു എന്നതും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ടീമിൽ മാറ്റം, ഇന്ത്യയുടെ ടീമിൽ വലിയ കാര്യമായി തന്നെ ഒരു മാറ്റവും ഇല്ല. പാകിസ്ഥാൻ ടീമിൽ ഒരു മാറ്റം വെച്ചുകൊണ്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. അനിൽ.